പിന്നെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഒരു സംഘം എത്തുകയും അവിടെ ചന്ദ്രനിൽ മനുഷ്യന്റെ ഒരു കോളനി സ്ഥാപിക്കുകയും ചെയ്താൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടിവെള്ളം, ശ്വസിക്കാനുള്ള ഓക്സിജൻ, അവരുടെ വാഹനത്തിന്റെ ഇന്ധനം, ഇതെല്ലാം തന്നെ ഈ വെള്ളത്തിൽ നിന്നായിരിക്കും കണ്ടെത്തുക. അതാണ് ഇത് ഒരു മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചന്ദ്ര ഉപരിതലത്തിന് താഴെ ജലം ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള പിന്നെ സൂചനകൾ പല പര്യവേഷ സംഘങ്ങളും പല രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളിലും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് ഇന്ന ലൊക്കേഷനിൽ ഇതിൻ്റെ ഒരു ഏകദേശ ക്വാണ്ടിറ്റി പോലും ഇന്ത്യക്ക് അറിയാം. എന്തുമാത്രം ജലം അവിടെ ഉണ്ട്, ആ ജലം അതിനെക്കുറിച്ചുള്ള ഒരുപാട് വ്യക്തമായിട്ടുള്ള പിന്നെ തെളിവുകൾ നമ്മളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ആദ്യമായിട്ട് ഈ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു ഉപഗ്രഹം, ഒരു യാനത്തിന്, ഒരു ലാൻഡറിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്ക് മാത്രമായിരുന്നു. അത് ലോകത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ, നമ്മുടെ ഗോളാന്തര യാത്രയുടെ ഒരു മേഖലയിൽ ഇന്ത്യയുടെ നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അത് മാത്രമല്ല, ലാൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അവിടുന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തു എന്ന് മാത്രമല്ല, 2019 ആണ് ഈ മിഷൻ നമ്മൾ അയക്കുന്നത്. 2019 ആ ചന്ദ്രയാൻ 2 ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ഒടുവിലായിട്ട് 2 ദിവസത്തിന് മുമ്പും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇതൊക്കെ തന്നെ ലോകത്തിന്, ഇന്ത്യയുടെ ശാസ്ത്ര മേഖലയിലുള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് ലോകത്തിന് തന്നെ ഇനി സംശയമൊന്നുമില്ല. ഇന്ത്യ കാളവണ്ടിയുടെയും അതുപോലെ തന്നെ മഹാരാജാക്കന്മാരുടെയും ആനയുടെയും ഒക്കെ യുഗമാണെന്ന് പറയുന്ന നോർഡിക് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നോർവേയിൽ പോയപ്പം പ്രധാനമന്ത്രി ഒരു പാമ്പാട്ടിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില കാർട്ടൂണുകളൊക്കെ നോർവേയിലെ പത്രങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അവർക്ക് തലയ്ക്ക് കിട്ടിയ ഒരു അടിയാണിത്. അതായത് ഇന്ത്യ പാമ്പാട്ടികളുടെ യുഗത്തില, നോർവേക്ക് സ്വന്തമായിട്ടൊരു റോക്കറ്റ് ആകാശത്തിലേക്ക് അയക്കണമെങ്കിൽ ഇനി നൂറ്റാണ്ടുകൾ കഴിയണം. അവരെ കൊണ്ട് അതിനൊന്നുമുള്ള ശേഷിയില്ല. വെളുത്ത തൊലി എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു ഉദാഹരണം, ഒരു പ്രതീകമോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു തെളിവോ അല്ല. അതാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ തെളിയിക്കുന്നത്.